അജ്നാസുൽ കുബ്ര വലിയ അജ്നാസ്. അജ്നാസ് എന്ന് പറഞ്ഞാൽ ക്രിയയുടെ വർഗ്ഗങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ സ്വല്ലല്ലാഹു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വ ബഅദുഹു ഫഅലം യാ അഖീ അസ്അദകല്ലാഹു തആല ഇയാന ഫിദ്ദാറൈൻ അന്നൽ അഫ്ആല മിൻ ഹൈസുൽ മഅന നൗആനി. അന്നൽ അഫ്ആല ക്രിയകൾ മിൻ ഹൈസു മഅന നൗആനി ഈ മറ്റേ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. നൗആനി എന്ന് പറഞ്ഞാൽ രണ്ട് വിധമാകുന്നു. നൗആനി രണ്ട് വിധമാകുന്നു. ലാസിം മുതഅദ്ദി, ലാസിമും മുതഅദ്ദിയും. ലാസിമു അപ്പോൾ ലാസിം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാസിമ് മാ യാതൊന്നാണ്. ലാ യതജാവസുൽ ഫാഇലു ഇലൽ മഫ്ഊലി ബിഹി. ഫാഇല് ലാ യതജാവസു വിട്ടുകടക്കുകയില്ല. അൽ ഫാഇലു ഫാഇൽ വിട്ടുകടക്കുകയില്ല. ഇലൽ മഫ്ഊലി ബിഹി മഫ്ഊലുൻ ബിഹിയിലേക്ക് ഫാഇൽ വിട്ടുകടക്കുകയില്ല. ഫലാ യുബ്ന മിൻഹു അതിൽ നിന്ന് ഉണ്ടാക്കപ്പെടുകയില്ല. അൽ മജ്ഹൂലു മജ്ഹൂലിനെ ഉണ്ടാക്കപ്പെടുകയില്ല. വസ്മുൽ മഫ്ഊലി ഗാലിബൻ ഇസ്മു മഫ്ഊലിനെയും ഉണ്ടാക്കപ്പെടുക. ഗാലിബൻ എന്ന് പറഞ്ഞാൽ സാധാരണ. അതിൽ നിന്ന് മജ്ഹൂൽ ഉണ്ടാവൂല, ഇസ്മു മഫ്ഊലും ഉണ്ടാകുകയില്ല. അതാണ് ലാസിം എന്ന് പറഞ്ഞാൽ. നഹ്വ പോലെ. ഹസുന സെയ്ദുൻ സെയ്ദ് നന്നാക്കി, സെയ്ദ് ഭംഗിയുള്ളതായി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ആ ക്രിയൻ്റെ അടുത്ത് എന്തുണ്ടാവില്ല? മഫ്ഊലുൻ ബിഹി ഉണ്ടാകൂല. വൽ മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മാ യതജാവസു ട്ടോ. ലാ അല്ല, മാ എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്. യതജാവസു അത് വിട്ടുകിടക്കും. യതജാവസു എന്ന് പറഞ്ഞാൽ വിട്ടുകിടക്കും. അൽ ഫാഇൽ വിട്ടുകിടക്കും. ഇലാ മഫ്ഊലി ബിഹി ഇലൽ മഫ്ഊലി ബിഹി മഫ്ഊലുൻ ബിഹിയിലേക്ക് ഫാഇൽ വിട്ടുകിടക്കും. ഫയുബ്ന മിൻഹു അതിൽ നിന്ന് ഉണ്ടാക്കും. അൽ മജ്ഹൂൽ ഉണ്ടാക്കാം. ഇസ്മു മഫ്ഊലിനെയും മജ്ഹൂലിനെയും അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നഹ്വ പോലെ. ദറബ സെയ്ദുൻ അംറൻ. അത് അംറൻ എന്നാണ് കേട്ടോ വായിക്കുക. സെയ്ദ് അംറിനെ അടിച്ചു. അംറൻ എന്നാണ് കേട്ടോ. സാധാരണ അംറ് ഇടുമ്പോൾ വാവുണ്ട്, ഇവിടെ വാവ് ഇട്ടിട്ടില്ല. സെയ്ദ് അംറിനെ അടിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്രിയകളെ അപ്പോൾ എന്താണ് ലാസിമായ മാഹുവ ഫിഅലുൽ ലാസിം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടണം. എന്താ നമ്മൾ സാധാരണ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്താം. എങ്ങനെയാ? ഇപ്പോൾ ലാസിം എന്താണ് എന്ന് പറയുമ്പോൾ അൽ ലാസിമു മാ ലാ യതജാവസുൽ ഫാഇലു ഇലാ മഫ്ഊലി ബിഹി ഫലാ യുബ്ന മിൻഹുൽ മജ്ഹൂലു വസ്മുൽ മഫ്ഊലി ഗാലിയൻ. ഇതാണ് എന്ത് ലാസിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് എന്തായിരുന്നു? അതിൽ ഫാഇൽ മഫ്ഊൽ ബിഹിയിലേക്ക് വിട്ടുകിടക്കുകയില്ല. അതിൽ നിന്ന് മജ്ഹൂലോ ഇസ്മു മഫ്ഊലോ ഉണ്ടാക്കുകയില്ല. ഇനി അടുത്ത ചോദ്യം മാഹുവ ഫിഅലുൽ മുതഅദ്ദി. ഫിഅലുൽ മുതഅദ്ദി എന്നാൽ എന്ത്? അപ്പോൾ ഇതിൽ കൊടുത്ത പോലെ തന്നെ എഴുതണം. അൽ മുതഅദ്ദി മാ യതജാവസുൽ ഫാഇലു ഇലാ മഫ്ഊലി ബിഹി ഫയുബ്ന മിൻഹു മജ്ഹൂലുൻ വസ്മു മഫ്ഊലിൻ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതാനായിട്ട് കിട്ടണം. ഞാനിനി ലാസ്റ്റ് ഒന്നും കൂടി മുതഅദ്ദി ഒന്നും കൂടി വിശദീകരിച്ചിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി അതിൻ്റെ അടിയിൽ അടുത്ത സെൻറ്റൻസ് നോക്കിയേ. വമിൻ ഹൈസു ലഫ്ലി നൗആനി. അതായത് ലഫ്ലിനെ പരിഗണിച്ചുകൊണ്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏതിനെയാണ് പറയുന്നത്? ക്രിയകളെയാണ് പറയുന്നത്. നമ്മൾ ക്രിയകളെ കുറിച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. ക്രിയകളുടെ വർഗ്ഗങ്ങളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ക്രിയകൾ ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിരിക്കുന്നു. മിൻ ഹൈസു ലഫ്ലി നൗആനി. ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ലഫ്ലിനെ പരിഗണിച്ചുകൊണ്ട്. ലഫ്ല് എന്ന ലഫ്ല് പറഞ്ഞാൽ ആ ലെറ്റേഴ്സൊക്കെ വരുന്ന ലഫ്ല് ഉണ്ടല്ലോ, വാക്കിനെ പരിഗണിച്ചിട്ട്. മറ്റേത് മീനിങ്ങിനെ പരിഗണിച്ചിട്ടല്ലേ, അർത്ഥത്തിനെ പരിഗണിച്ചിട്ടാണ് രണ്ടായിട്ട് തിരിച്ച്. ലാസിമു മുതഅദ്ദി അർത്ഥത്തിനെ പരിഗണിച്ചിട്ട്. ഇവിടെ ലഫ്ല് പറഞ്ഞാൽ വാക്കിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മൾ ബാഹ്യമായി കാണുന്ന വാക്കുണ്ടല്ലോ.
അതായത് നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ലെറ്റേഴ്സ്, ഇങ്ങനെ ഇത്ര ലെറ്റേഴ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ബാഹ്യമായിട്ട് കാണുന്നതാണ് ലഫ്ല് പറയണത്. മറ്റേത് മാനാനെ പരിഗണിച്ചെന്ന് വെച്ചാൽ ആന്തരികമായിട്ടാണല്ലോ. മാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണല്ലോ, നമുക്ക് കാണാൻ പറ്റൂല. മാന കാണാൻ പറ്റില്ല, നമ്മൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ലഫ്ല് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ സ്ട്രക്ചർ നമ്മൾ എന്താണോ കാണുന്നത് അതാണ് ലഫ്ല്. മാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് അർത്ഥം, അത് നമുക്ക് കാണാൻ പറ്റൂല, മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ലഫ്ല് മനസ്സിലാക്കലല്ല, കാണലാണ്. അപ്പോൾ ലഫ്ലിനെ പരിഗണിച്ചുകൊണ്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സുലാസിയു, മറ്റേത് റുബായിയു. സുലാസിയും റുബായിയും. സുലാസിയും റുബായിയും. അപ്പോൾ സുലാസി മാ കാന, സുലാസി എന്ന് പറഞ്ഞാൽ മാ കാന മാലിഹി എന്നാണ് അല്ലേ, മാലിഹി എന്നാണ് തോന്നുന്നു. അല സലാസത്തി അഹ്റുഫി അസ്ലിയ, അസ്ലിയായ 3 അക്ഷരത്തിന്മേൽ, അസ്ലിയായ 3 അക്ഷരത്തിന്മേലല്ലേ, മാലിയാണ് അല്ലേ, മാലിയായ ഒരു ക്രിയയാണ്. മാ എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്, കാന മാലിയൻ, മാലിയായ യാതൊന്നാണ്. അലാ സലാസത്തി അഹ്റുഫിൽ അസ്ലിയ, അടിസ്ഥാന അക്ഷരങ്ങൾ 3 മാലിയായ ക്രിയയാണ് സുലാസിയുൻ. സുലാസിയുനാണ് കേട്ടോ, സുലാസിയുൻ. സലാസത്തി അഹ്റുഫിൽ, അടിസ്ഥാന അക്ഷരങ്ങൾ 3 ഉണ്ടാവുള്ളൂ. ഏതിന്? സുലാസിക്ക്. ഇനി നഹ്വ പോലെ, നസ്വറ കതബ പോലെ. നസ്വറ അടിസ്ഥാന അക്ഷരങ്ങളാണ്, നസ്വറ നൂന് സ്വാദ് റ കണ്ടോ. കതബ അടിസ്ഥാന അക്ഷരങ്ങൾ 3 ഏതിന്? സുലാസിക്ക്. ഇനി റുബായി മാ കാന മാലി അല അർബഅത്തി അഹ്റുഫി അസ്ലിയ, അടിസ്ഥാന അക്ഷരങ്ങൾ 4 മാലിയായതാണ് റുബായി എന്നാൽ. ഓക്കെ, അടിസ്ഥാന അക്ഷരങ്ങൾ 4, അടിസ്ഥാനം, അതിൽ വർദ്ധിച്ചു വന്നതൊന്നുമല്ല, അതിൻ്റെ ആ 4 അതിൻ്റെ അസ്ലിയാണ്, അടിസ്ഥാന അക്ഷരങ്ങളാണ്. ഓക്കെ, അതാണത്. ഇത് റുബായി പറഞ്ഞാൽ ഉദാഹരണത്തിന് നഹ്വ അർഖബ. അർഖബ അവിടെ കൊടുത്തിട്ട് കത്ത അർക്കൂബ എന്ന് വെച്ചാൽ എന്താ പറയുക, തന്ത്രം പ്രയോഗിച്ചു എന്നൊരർത്ഥം വരും. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഞരമ്പ് മുറിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, മൃഗത്തിൻ്റെ ഞരമ്പ് മുറിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ അർത്ഥം വരും. വേറൊരു അർത്ഥം പറഞ്ഞതാ, മുറിക്കുക എന്നല്ല, ഇടഞ്ഞരമ്പ് മുറിക്കുക, എന്തൊരു പർട്ടിക്കുലർ ഞരമ്പാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അറക്കുന്ന സമയത്താണോ എന്നറിയില്ല, അങ്ങനെ എന്തോ ഒരു അർത്ഥമാണ് അത്. ഫബഅസറ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൽ അർഖബ എന്ന് പറഞ്ഞാൽ ഐനും റായും ഖാഫും ബായും ഒക്കെ അതിൻ്റെ അടിസ്ഥാന അക്ഷരങ്ങളാണ്. അല്ലെങ്കിൽ ബഅസറ, പിന്നെ നമ്മൾ വേറെ ഒന്ന് പഠിച്ചല്ലോ അല്ലേ, ദഹ്റജ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ അസ്ലിയായതാണ് കേട്ടോ. വകുല്ലു വാഹിദിൻ മിൻഹാ, 2 നിന്ന് ഓരോന്നും ഇമ്മ ഒന്നുകിൽ മുജറദായിരിക്കും, ഔ മസീദുൻ ഫീഹി അല്ലെങ്കിൽ മസീദുൻ ഫീഹി ആയിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചത്, ഇപ്പോൾ വായിച്ചത് ഉദാഹരണങ്ങളെല്ലാം മുജറദാണ്. നസറ മുജറദാണ്, അതിൽ വർദ്ധിച്ചു വന്നിട്ടില്ല. സുലാസിൻ്റെ മുജറദാണ് നസറ, കതബ ഒക്കെ പോലുള്ളത്. അതുപോലെ ദഖല, ഖറജ ഒക്കെ മുജറദാണ്. ഇനി അതിൻ്റെ മസീദ് ഫിഹി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരക്ഷരം കൂട്ടാം, 2 അക്ഷരം കൂട്ടാം. ഒരക്ഷരം കൂട്ടുമ്പോൾ ഇപ്പോൾ ദഖലയാണെങ്കിൽ അദ്ഖല, പിന്നെ അലിമ അല്ലമ, അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല. പിന്നെ കൊണ്ടില്ലേ ഖാത്തല ഒക്കെ ഒരക്ഷരം കൂട്ടിയിട്ട് പിന്നെ 2 അക്ഷരം കൂട്ടി, അതാണ് മസീദുൻ ഫിഹി. സുലാസിക്ക് മുജറദുണ്ട്, മസീദു ഫിഹി ഉണ്ട്. അതുപോലെ തന്നെ റുബായിക്കുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും മുജറദുണ്ട്, മസീദുൻ ഫിഹിയും ഉണ്ട്. ഫൽ മുജറദു, അപ്പോൾ മുജറദ് മാ ലൈസ ഫിഹി, മുജറദിന് മാ ലൈസ ഫിഹി ഹർഫുൻ സായിദുൻ. അതിൽ മുജറദ് എന്ന് പറഞ്ഞാൽ അതിലധികമായി ഒന്നും തന്നെ വർദ്ധിച്ചു വന്നിട്ടില്ല. മാ ലൈസ ഫിഹി അതിലില്ല, ഹർഫുൻ സായിദുൻ വർദ്ധിച്ചു വന്ന അക്ഷരങ്ങൾ ഉണ്ടാവുകയില്ല. മാ ലൈസ ഫിഹി ഹർഫുൻ സായിദുൻ, മുജറദിൽ വർദ്ധിച്ചു വന്ന അക്ഷരങ്ങൾ ഉണ്ടാകൂല. ഒക്കെ അസ്ലിയായതാണ്. നമ്മൾ ഇതുവരെ ആ 2 ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ, നസ്വറ, കതബ, ബഅസറ, അർഖബ ഒക്കെ. ഒന്ന് സുലാസി മുജറദാണ്, മറ്റൊന്ന് റുബായി മുജറദാണ്. മസീദിലാണ് വർദ്ധിച്ചു വരുന്ന അക്ഷരങ്ങൾ ഉണ്ടാവുക. ഉദാഹരണത്തിന് കറുമ,
കറുമ എന്ന് പറഞ്ഞാൽ ആദരിച്ചു എന്നൊക്കെ പറയാം അല്ലേ, ആദരിച്ചു എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ ദഹ്റജ എന്ന് പറഞ്ഞാൽ ഉരുട്ടി, കല്ലുരുട്ട പഠിച്ചിട്ടുണ്ടല്ലോ. മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ മാ ഫീഹി, അതിലുണ്ടായിരിക്കും. യാതൊന്നാണ്, മാ എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്, ഫീഹി അതിലുണ്ട്, ഹർഫുൻ ജായിദുൻ ഒരു വർദ്ധിച്ച അക്ഷരം ഉണ്ടായിരിക്കും. ഹർഫുൻ ജായിദുൻ വർദ്ധിച്ച അക്ഷരം ഉണ്ടാവും. നഹ്വ അക്രമ തദഹ്റജ പോലെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അജ്നാസ് സുഹറയിൽ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് പിന്നെ നമ്മളവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട് പറഞ്ഞ ഈ പാരഗ്രാഫിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാസിം മുതഅദ്ദി എന്ന് ക്രിയകളെ തിരിച്ചിട്ടുണ്ട്. ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ സുലാസി റുബായി എന്ന് തിരിച്ചിട്ടുണ്ട്. സുലാസി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അക്ഷരങ്ങൾ 3 റുബായി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അക്ഷരം 4. ഈ സുലാസിയിൽ അടിസ്ഥാന അക്ഷരങ്ങൾ 3 ഉള്ളതിൽ മസീദുൻ മുജറദ് ഉണ്ട്, മസീദുൻ ഫിഹി ഉണ്ട്. മുജറദ് എന്ന് പറഞ്ഞാൽ 3 ലെറ്ററേ ഉണ്ടാവുള്ളൂ. മസീദുൻ ഫിഹി എന്ന് പറഞ്ഞാൽ ഈ 3 കൂടി ഓരോന്ന് വർദ്ധിപ്പിക്കുക, 1, 2, 3 ഒക്കെ വർദ്ധിപ്പിക്കുക. ഈ 3 1, 2, 3 അക്ഷരങ്ങൾ വർദ്ധിപ്പിക്കുക. റുബായി മുജറദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അക്ഷരങ്ങൾ 4. ഇനി അതിൽ മസീദ് ഫിഹി എന്ന് പറഞ്ഞാൽ അതിൽ 1, 2 ലെറ്റർ അല്ലേ കൂട്ടാൻ പറ്റുള്ളൂ, 6, അതെ, അങ്ങനെ വർദ്ധിപ്പിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ ഇനി വർദ്ധിപ്പിക്കില്ല, കൂടുതൽ പറയുന്നില്ല. ക്ലിയർ ആണല്ലോ അല്ലേ, അത് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. മുത്തഅദ്ദി ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം കേട്ടോ, കുറച്ചും കൂടി നന്നാക്കിയിട്ട് പറയാം, കാരണം നമുക്ക് ഫസ്റ്റ് ബാച്ച് കുറച്ചും കൂടി പഠിക്കുന്നത് കൊണ്ട്. ഇനി അമ്മ സുലാസിയു മുജറദു, അപ്പോൾ സുലാസി മുജറദ് ഫഹുവ ഖിസ്മാനി, അത് 2 തരമാണ്. അത് എന്തിൻ്റെ ബേസാണെന്ന് പറഞ്ഞിട്ടില്ല, അത് 2 തരമാണ്. ഖിസ്മാനി എന്ന് പറഞ്ഞാൽ നൗആനി എന്നുള്ള അർത്ഥം തന്നെ കേട്ടോ, 2 വിഭാഗമാണ്. അഹ്ദഹുമാ അവയിൽ ഒന്ന് മുത്തർജിദുൻ, മുത്തർജിദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപകമായത്, സാർവത്രികമായത്, കൂടുതൽ പോപ്പുലറായത്, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് മുത്തർജിദ്. വഹുവ കസീറുൻ, അത് ധാരാളമാണ്, അത് വ്യാപകമാണ്, കൂടുതൽ ഉപയോഗത്തിലുള്ളതാണ്. വഹുവ കസീറു. വസാനി രണ്ടാമത്തേത് ഷാദുൻ, ഷാദുൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. വഹുവ ഖലീലുൻ, അത് കുറച്ചേ ഉള്ളൂ. വഹുവ ഖലീലുൻ, അത് കുറച്ചേ ഉള്ളൂ. വഹുവ ഫൽ മുത്തർജിദു, അപ്പോൾ മുത്തർജിദ് അതായത് സുലാസി മുജറദ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ളത്. സുലാസി എന്ന് പറഞ്ഞാൽ 3 ലെറ്റർ ഉള്ളത്, അടിസ്ഥാന അക്ഷരം 3. മുജറദ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി തീരെ വർദ്ധിപ്പിച്ചിട്ടില്ല, വേറെ ലെറ്റർ കൊടുത്തിട്ട് വർദ്ധിപ്പിക്കാറുണ്ട്. 3 കൂടെ വേറെ അക്ഷരങ്ങൾ കൊടുത്തിട്ട് ക്രിയകൾ വർദ്ധിപ്പിക്കും. മാലിയാണ് പറയുന്നത് കേട്ടോ, മാലി മാത്രമാണ്, മുലാരിയിലേക്കൊന്നും പോകരുത് കേട്ടോ, അങ്ങോട്ടൊന്നും ചിന്തിക്കരുത് കേട്ടോ. മാലിമലാണ് ഈ അടിസ്ഥാന അക്ഷരങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അടിസ്ഥാന അക്ഷരങ്ങൾ 3 എന്നുള്ളത് സുലാസി, അതിൽ എക്സ്ട്രാ അക്ഷരങ്ങൾ കൊടുക്കുന്നതാണ് സുലാസി മസീദുൻ ഫിഹി. ഇത് മസീദുൻ ഫിഹി അല്ല, 3 ലെറ്റർ മാത്രമുള്ള മുജറദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 തരമുണ്ട്. ഒന്ന് മുത്തരിദ് ഉണ്ട്, ഷാദ് ഉണ്ട്. മുത്തരിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗത്തിലുള്ളത്, ഷാദ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചിട്ട് ഒറ്റപ്പെട്ടത്, അത് 2 തരമുണ്ട്. അപ്പോൾ മുത്തരിദാണ് കസീറുൻ ധാരാളമുള്ളത്, ഷാദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചേ ഉള്ളൂ, ഖലീലുൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. അൽ മുത്തരിദു, അപ്പോൾ മുത്തരിദ് കൂടുതൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഹംസത്തു അബ്വാബിൻ 5 ബാബുകളാണ്. അൽ ബാബുൽ അവ്വലു ഒന്നാമത്തെ ബാബ് ഫഅല യഫ്ഉലു, ഫഅല യഫ്ഉലു നമ്മൾ സാധാരണ നസ്റ ബാബു എന്ന് പറയുന്നത് അതാണ്. ഫഅല യഫ്ഉലു, ഫഅല ഫ കലിമക്ക് ഫതഹ, ഐൻ കലിമക്ക് ഫതഹ, ലാം കലിമക്ക് ഫതഹ. അത് മുലാരിയിലേക്ക് വരുമ്പോൾ യ മുലാറത്തിൻ്റെ ലെറ്റർ, ഫ കലിമക്ക് സുക്കൂൻ, ഐൻ കലിമക്ക് ദൊമ്മ, ലാം കലിമക്കും ദൊമ്മ. അപ്പോൾ സാധാരണ മുലാറത്തിൻ്റെ ലെറ്റർ വന്ന് ശേഷം വരുന്ന ലെറ്ററിന് സുക്കൂനായിരിക്കും. ഐൻ കലിമക്ക് ആണ് കൂടുതൽ മാറ്റങ്ങൾ വരിക. ഇവിടെ ഐൻ കലിമക്ക് ദൊമ്മ. നമ്മൾ സാധാരണ പറയാം നസ്വറ ബാബു എന്നാണ് പറയുക, നസ്വറ യൻസുറു ആ പറയുന്ന രീതിയിലാണ് കേട്ടോ. ബി ഫതഹിൽ ഐനി ഫിൽ മാലി, മാലിയിൽ ഐൻ കലിമക്ക് ഫതഹയാണ്. ഫഅല ഫഅല ഐൻ കലിമക്ക് ഫതഹ. ഫളമ്മിഹ ഫിൽ മുലാരി, മുലാരിയിൽ ദൊമ്മയാണ്, മുലാരിയിൽ ഐൻ കലിമക്ക് ദൊമ്മയാണ്. മാലിയിൽ ഐൻ കലിമക്ക് ഫതഹയാണെങ്കിൽ മുലാരിയിൽ ഐൻ കലിമക്ക് ദൊമ്മയാണ്. തസ്രീഫു അതിൻ്റെ തസ്രീഫ്, അതിൻ്റെ ടേബിൾ, അതിൻ്റെ തസ്രീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ ടേബിൾ. നഹ്വ പോലെയാണ്. നസ്വറ മാലിയാണ് കേട്ടോ, നസ്വറ അവൻ സഹായിച്ചു. യൻസുറു അതിൻ്റെ മുലാരി അവൻ സഹായിച്ചു.
സഹായിക്കുന്നു. നസ്റൻ സഹായം, നസ്റൻ സഹായം. അതിൻ്റെ മസ്ദർ ഫഹുവ നാസിറുൻ, അതിൽ നിന്ന് എന്താ നാസിറുൻ സഹായിക്കുന്നവൻ, അവൻ നാസിറുൻ. അതിൻ്റെ ഇസ്മു ഫായിൽ വ നുസിറ അവൻ സഹായിക്കപ്പെട്ടു, അതിൻ്റെ മജ്ഹൂലാണത്, മാലി മജ്ഹൂൽ. യുൻസറു അവൻ സഹായിക്കപ്പെടുന്നു, നസ്റൻ സഹായം. വഹുവ മൻസൂറുൻ ഇസ്മു മഫ്ഊൽ സഹായിക്കപ്പെടുന്നവൻ, മൻസൂറുൻ സഹായിക്കപ്പെടുന്നവൻ ഇസ്മു മഫ്ഊൽ. അൽ അംറു മിൻഹു അതിൽ നിന്നുള്ള അംറാണ് ഉൻസുർ. ഉൻസുർ എന്ന് പറഞ്ഞാൽ നീ സഹായിക്ക്, ഉൻസുർ നീ സഹായിക്ക്. ലിയൻസുർ അവൻ സഹായിക്കട്ടെ. ഇവിടെ അജ്നാസ് സുഗറയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കൂടുതൽ ഇതിലുണ്ട് കേട്ടോ. കുറച്ചും കൂടി കൂടുതൽ ഇതിൽ വന്നിട്ടുണ്ട്. ഉൻസുർ, അവിടെ ഉൻസുർ എന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലേ, മറ്റേ മുന്നിലുള്ള ആളോട് സഹായിക്കാൻ പറയുന്ന ഒരു ഫോം മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇവിടെ എന്തുണ്ട്, ലിയൻസുർ അവൻ സഹായിക്കട്ടെ, കണ്ടോ. പിന്നെ ലി യുൻസർ അവൻ സഹായിക്കപ്പെടട്ടെ, അതിൻ്റെ തന്നെ മജ്ഹൂൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം മീസാനിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഒരു പ്രാക്ടീസിൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ. പിന്നെ വന്നഹി, ഇനി ഇതിൻ്റെ നഹി പ്രൊഹിബേഷൻ എന്താ, ലാ തൻസുർ നീ സഹായിക്കരുത്, ലാ യൻസുർ അവൻ സഹായിക്കരുത്, ലാ യുൻസർ അതിൻ്റെ മജ്ഹൂൽ അവൻ സഹായിക്കപ്പെടരുത്. ഇനി ഇവിടുത്തെ വൽ ദർഫു മിൻഹു അതിൽ നിന്നുള്ള ലൊർഫ്. ലൊർഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലൊർഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്തായിരുന്നു ലൊർഫ്. ലൊർഫ് എന്താ, ലൊർഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്ന സമയം, സ്ഥലം, അതിനൊക്കെയാണ് ലൊർഫ് പറയുക. ഇവിടെ ലൊർഫ് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഇതിങ്ങനെ ആവണമെന്നില്ല, എന്നാൽ ഇതൊരു പാറ്റേൺ ആയിട്ട് നമ്മളോട് പഠിക്കാനാണ് പറഞ്ഞത്. വലൊർഫു മിൻഹു അതിൽ നിന്നുള്ള ലൊർഫാണ് മൻസറുൻ, ഒരു പക്ഷേ സഹായിക്കപ്പെടുന്ന സ്ഥലമാകാം അല്ലെങ്കിൽ സമയമാകാം. മൻസറുൻ, മൻസറുൻ. ഇനി അൽ ആലാത്തു, വൽ ആലാത്തു എന്ന് പറയും. വൽ ആലാത്തു, ആലാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലത്ത്, ലാമില്ല കേട്ടോ, ആലത്ത് ബഹുവചനമായിട്ടാണ് ഞാൻ തെറ്റി പറഞ്ഞത്. വൽ ആലത്തു, ആലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന സാമഗ്രിയോ ഉപകരണമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൂൾ ഉണ്ടല്ലോ, ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതിനെയാണ് പിന്നെ എന്ത് പറയുന്നത്, ആലത്ത് പറയും. മിൻസറുൻ സഹായിക്കപ്പെടുന്ന ഒരു ടൂള്. മിൻസൊറത്തുൻ അല്ലെങ്കിൽ മിൻസാറുൻ, 3 രീതിയിലും പറയാം. മിൻസറുൻ, മിൻസൊറത്തുൻ, മിൻസാറുൻ, ആ ഒരു ഇതാണ് കേട്ടോ, ആലത്താണ് മിൻസാറുൻ. വതസ്നിയതഹുമാ അതിൻ്റെ ഇവയുടെ മുസന്ന, ഇവയുടെ മുസന്ന. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലൊർഫിൻ്റെയും ആലത്തിൻ്റെയും മുസന്ന, മുസന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഡ്യുവൽ എന്തായിരുന്നു, ദിവചന രൂപം ട്ടാ, അവയുടെ ദിവചനം. മിൻസൊറാനി, മൻസൊറാനി, മൻസൊറാനി എന്ന് പറഞ്ഞാൽ ലൊർഫിൻ്റെ ബഹുവചനമാണ് കേട്ടോ, മൻസൊറാനി. പിന്നെ മിൻസൊറാനി എന്ന് പറഞ്ഞാൽ ഈ ആലത്തിൻ്റെ ബഹുവചനം, മിൻസൊറാനി സഹായിക്കപ്പെടുന്ന ഉപകരണം അല്ലെങ്കിൽ സഹായിക്കപ്പെടുന്ന സമയമോ സ്ഥലമോ. അപ്പോൾ ഓരോ ഫിയൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. മിൻസൊറാനി, മൻസൊറാനി. വൽ ജംഉ മിൻഹാ അതിൻ്റെ രണ്ടിൻ്റെയും ജം ആണ് മനാസിറു. മനാസിറു പറയണത് മൻസറുൻ്റെ ജം, മനാസീറു എന്ന് പറയണത് ആലത്തിൻ്റെ ജം കേട്ടോ. ഇസ്മു തഫ്ലീൽ, ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതിൽ വരുന്ന ഇസ്മു എന്താണ്, മിൻഹു അതിൽ നിന്നുള്ള ഇസ്മു തഫ്ലീലാണ് അൻസറു കൂടുതൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നവൻ. ഇനി വൽ മുഅന്നസു അതിൻ്റെ സ്ത്രീലിംഗം നുസ്ര, കണ്ടോ ഇസ്മു തഫ്ലീൽ ഇവിടെ അൻസറു ആണെങ്കിൽ സ്ത്രീലിംഗം ആകുമ്പോൾ നുസ്ര കൂടുതൽ സഹായിക്കപ്പെടുന്നവൾ. വതസ്നിയതഹുമാ അതിൻ്റെ രണ്ടിൻ്റെയും ഡ്യുവൽ ദ്വിവചനമാണ് അൻസൊറാനി, നുൻസറയാനി. അൻസൊറാനി കൂടുതൽ സഹായിക്കപ്പെടുന്നവൻ, നുസ്രയാനി കൂടുതൽ സഹായിക്കപ്പെടുന്നവൾ. വജംഉഹുമാ അതിൻ്റെ രണ്ടിൻ്റെയും ജം ആണ് അൻസറൂന കൂടുതൽ സഹായിക്കപ്പെടുന്നവൻ. അനാസിറു നുസറു വനുസ്രയാത്ത്. കൂടുതൽ ഇത് നമ്മൾ
വേറെ ക്രിയകൾക്കൊക്കെ പഠിച്ചാലായിരിക്കും കൂടുതൽ നമുക്ക് മനസ്സിലാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ ഒരു എന്താ പറയുക, നസ്വറ ബാബിൽ വരുന്ന മറ്റൊരു ഫേല് പറഞ്ഞേ, ഇസ്മുൽ ആലത്തൊക്കെ വരുന്നത് ഏതെങ്കിലുമൊക്കെ കിട്ടുന്നത് ഏതാ? ഏതാണ്? കത്തബ യക്തുബു. കത്തബ യക്തുബു. കത്തബ യക്തുബുല് നമുക്ക് മക്തബുൻ കിട്ടും അല്ലേ? മക്തബുൻ ലൊർഫല്ലേ? മക്തബുൻ എഴുതപ്പെടുന്ന സ്ഥലം. പിന്നെ ആലത്ത് മിക്തബുനാണോ? മിക്തബത്തുൻ കിട്ടൂല. മിക്താബുൻ കിട്ടൂല. അതുമൊന്നും കിട്ടൂല. പക്ഷെ മക്തബുൻ കിട്ടും അല്ലേ? ചിലതിൽ നിന്ന് നമുക്ക് ഇസ്മുൽ ആലത്ത് കിട്ടും, ലൊർഫ് കിട്ടും. ചിലതിൽ നിന്ന് കിട്ടൂല. എല്ലാത്തിനും അതുപോലെ തന്നെ വരണമെന്നില്ല. പക്ഷെ സജിദത്തുൻ ലർഫ് സജിദത്തുൻ ഇല്ല, കിട്ടുന്നില്ല. ഇസ്മുൽ ആലത്ത് ഞാൻ ഏതിലോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ബുക്ക് വേറെ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കനസ യക്നുസു അത് ഈ ബാബിലല്ലോ വരുന്നത്. ചൂല് കനസ അടിച്ചു വാരി മിക്കനസത്തുൻ കിട്ടും. മിക്നസത്തുൻ അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. എല്ലാത്തിനും ഇതേപോലെ കിട്ടണം എന്നില്ല. അതുപോലെ നമ്മുടെ നാക്കിസിൽ വരുന്ന മിക്വാത്തുൻ. കവ അല്ലേ? കവ യക്വി. അത് ലൊറബ ബാബാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കവ പക്ഷെ കിട്ടും, ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മളത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ചിലതിന് ആലത്ത് കിട്ടും, ചിലതിന് ലൊറഫ് കിട്ടും. ഇപ്പൊ ഖറബ എന്ന് പറഞ്ഞാൽ എന്താ? കൊയിൻ കേട്ടോ. കൊയിന് ഖറബ യഖരിബു മഗ്റബുൻ. ഖറബ എന്ന് പറഞ്ഞാൽ അസ്തമിച്ചു. മഗ്റബുൻ അസ്തമിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. മഗ്രിബുനാണ് അസ്തമിക്കുന്ന സമയം. അവിടെ മഗ്രിബുൻ കിട്ടും. പക്ഷെ ലർഫ് കിട്ടില്ലല്ലോ. ഇതിപ്പോ ഈ ഒരു പാറ്റേണിൽ കിട്ടൂല. ഈ ഒരു ഇതിൽ കിട്ടില്ല. ഇതിൽ കിട്ടൂല. മൂന്ന് പാറ്റേണിൽ കാണാൻ കഴിയും. ഇസ്മുൽ ആല അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. ലർഫല്ല ഉദ്ദേശിച്ചത്. ശ്രദ്ധിച്ചോ? ലർഫല്ലേ ഉദ്ദേശിച്ചത്. ലർഫാണ് അവിടെ ഉദ്ദേശിച്ചത്. മൽഅബുൻ. യെസ്, മൽഅബുൻ അതിൽ വരുന്നതാണ് കേട്ടോ. ലൈബ. അപ്പോൾ ഇത് നമ്മളങ്ങനെ മനസ്സിലാക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ഉണ്ടല്ലോ, ഈ ദർസിൽ പഠിക്കുന്ന പിള്ളേർ ഇത് കാണാതെ പഠിക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ മഫാത്തീഹുൻ കണ്ടോല്ലേ, മിഫ്താഹുൻ ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഓരോ ഇതിലിങ്ങനെ നമ്മൾ ഇത് വന്നാൽ മിൻഷാറുൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വരുമ്പോൾ മഗ്റബുൻ മഖ്റജുൻ പുറപ്പെടുന്ന സ്ഥലം. മഖ്റജുൻ കുക്ക് ചെയ്യുക. മത്തുബഹുൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇസ്മുലാല പഠിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അതെ അത് മീജാനിൽ ലാസ്റ്റിലുണ്ടായിരുന്നില്ലേ ഇസ്മുലാല. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ബാബു നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വേഗം വായിച്ചു പോവാം. അപ്പം കുറച്ചും കൂടി പഠിക്കാൻ പറ്റും. ഇനി ഇതിൽ അൽ ബാബു സാനി എന്തായിരുന്നു? ബാബു ഫഅല യഫ്ഇലു ബിഫതഹിൽ ഐനി ഫിൽ മാലിയിൽ ഐൻ കലിമക്ക് ഫതഹ കസ്രിഹ എന്നല്ലേ? അതെ. ഫിൽ മുലാരിയിൽ കസ്റ ഐൻ കലിമക്ക് കസ്റ തസ്രീഫുഹു അതിൻ്റെ തസ്രീഫ് നഹ്വ പോലെ ലൊറബ അവൻ അടിച്ചു, യദ്രിബു അവൻ അടിക്കുന്നു, ദൊർബൻ അടിക്കൽ,
ഫഹുവ എന്നാണ് കേട്ടോ, ഇതിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാ. ഫഹുവ ദാരിബുൻ അടിക്കുന്നവൻ, വദുരിബ അടിക്കപ്പെട്ടു, മജ്ഹൂല് യുദ്റബു അടിക്കപ്പെടുന്നു, ലർബൻ അടിക്കൽ, ഫഹുവ മദ്റൂബുൻ അടിക്കപ്പെടുന്നത്, അൽ അംറു മിൻഹു അതിൽ നിന്നുള്ള അമ്രാണ് ഇദ്രിബ് നീ അടിക്ക്, ലിയദ്രിബ് അവൻ അടിക്കട്ടെ, ലിയുദ്റബ് അവൻ അടിക്കപ്പെടട്ടെ അതിൻ്റെ മജ്ഹൂൽ, വൻ നഹി അതിൻ്റെ നഹിയാണ്, ലാ തദ്രിബ് നീ അടിക്കരുത്, ലാ യദ്രിബ് അവൻ അടിക്കരുത്, ലാ യുദ്റബ് അവൻ അടിക്കപ്പെടരുത്, ലൊർഫു മിൻഹു അതിൽ നിന്നുള്ള ലൊർഫാണ് മദ്രിബുൻ അടിക്കപ്പെടുന്ന സ്ഥലം, വൽ ആലത്തു മിൽറബുൻ അതിൻ്റെ ടൂളാണ് മിൽറബുൻ. എനിക്ക് തോന്നുന്നത് മിൽറബുൻ ഈ ബാറ്റിനൊക്കെ മിൽറബുനാണ് പറയണമെന്ന് ഓർമ്മ ശരിയാണ്. മിൽറബുൻ ഇനി അതിൻ്റെ ഫെമിനിൻ ആകുമ്പോൾ മിൽറബത്തുൻ വ മിൽറാബുൻ, തസ്നിയത്തഹുമാ അതിൻ്റെ ഡ്യുവലാണ് മിൽറബാനി, മൽറബാനി മിൽറബാനി, വൽ ജംഉ മിൻഹാ മദാരിബു മദാരീബു, ഇസ്മു തഫ്ലീൽ മിൻഹു അദുറബു ഏറ്റവും അടിക്കുന്നവൻ, വൽ മുഅന്നസു ദുർബ, തസ്നിയത്തഹുമാ അദുറബാനി ദുർബയാനി. ഓരോന്നും ഇങ്ങനെ ഇതിനനുസരിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏതൊന്ന് വർഫും മറ്റൊന്ന് അല്ല ഇസ്മുൽ തഫ്ലീൽ അല്ലേ പറയാം. ഇസ്മു തഫ്ലീലിൻ്റെ ഫെമിനിനും മുദക്കറും മുഅന്നസും ആയിട്ട് വന്നിക്കണം കേട്ടോ. ജം അഹുമ അതിൻ്റെ ജം ആണ് അദുറബൂന അദാരിബു വദുർബു വദുർബയാത്തു. അത് അങ്ങനെ മൽറബാനി ഇതിലെ മൽറബാനി പറയുമ്പോൾ ലൊർഫിൻ്റെ ലൊർഫ് പറഞ്ഞാൽ മനസ്സിലായില്ലേ, സ്ഥലം സമയം അതിൻ്റെ പിന്നെ ഡ്യുവലാണ്. പിന്നെ മിൽറബാനി പറയുമ്പോൾ ആലത്തിൻ്റെ ഡ്യുവലാണ്, ദ്വിവചനമാണ്, ഉപകരണം, ആ ക്രിയയിൽ നിന്ന് വരുന്ന ഉപകരണം. പിന്നെ അതിൻ്റെ ബഹുവചനം കൊടുത്തു, പിന്നെ ഇസ്മു തഫ്ലീൽ കൊടുത്തു. ഇസ്മു തഫ്ലീലിൻ്റെ മുദക്കറും ഉണ്ട് മുഅന്നസും ഉണ്ട്, പിന്നെ അതിൻ്റെ തന്നെ ഡ്യുവൽ ഉണ്ട് മറ്റേ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ജം ഉണ്ട്. അദ്റബൂന അല്ലെങ്കിൽ അദാരിബു രണ്ട് രീതിയിലും ജം വരും. വാവും നൂനും ചേർത്തിട്ട് ജമ്മു മുദക്കർ സാലിമും വരും, അല്ലെങ്കിൽ ജമ്മു തക്സീറിലും വരും. പിന്നെ മറ്റേത് ഫെമിനിൻ്റെ. ഇനി അൽ ബാബു സാലിസു പെട്ടെന്ന് വായിച്ചു പോകട്ടെ, വലിയ പ്രയാസമില്ല. ഇനി അടുത്ത ബാബാണ് ബാബു ഫഅല യഫ്അലു. ഫഅല യഫ്അലു ബി ഫതഹൽ ഐനി ഫീഹിമ രണ്ടിലും ഐൻ കലിമക്ക് ഫതഹ ആകുന്നു, രണ്ടിലും ഐൻ കലിമക്ക് ഫതഹയാകുന്നു. ഇന്നമാ യുതരിദു ഹാദൽ ബാബു ഇദാ കാന ഐനുഹു ഔ ലാമുഹു ഹർഫൻ മിൻ ഹുറൂഫിൽ ഹൽഖി. ഹുറൂഫുൽ ഹൽഖ് അഥവാ ഹൽഖിൽ നിന്ന് വരുന്ന തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരം ഐൻ കലിമയോ ലാം കലിമയോ ആകുമ്പോഴാണ് ഈ ബാബ് യുത്തരിദ് ആകുന്നത്. ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രമാകുന്നു. യുത്തരിദു എന്ന് പറഞ്ഞാൽ മുത്തരിദാവുക. മുത്തരിദ് പറഞ്ഞല്ലോ വ്യാപകമാകുക, കൂടുതൽ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ മാത്രമാണ്? ഇദാ കാന ഐനുഹു ഔ ലാമുഹു ഹർഫൻ. ഐനും ലാമും എന്ന് ഉദ്ദേശിച്ചത് ഐൻ കലിമയോ ലാം കലിമയോ ഓറാണ് കേട്ടോ, അവണേ. ഐൻ കലിമയോ അതിൻ്റെ ഐനോ അല്ലെങ്കിൽ അതിൻ്റെ ലാമോ എന്ന് പറഞ്ഞാൽ ഐൻ കലിമയോ ലാം കലിമയോ ആയാൽ എന്തായാൽ ഹൽക്കിൻ്റെ അക്ഷരം ആയാൽ ഇത് മുത്തരീദാണ്. അല്ലെങ്കിൽ എന്താണ് അത്? ഷാദാണ്. രണ്ട് തരം പറഞ്ഞില്ലേ, ഷാദും ഉണ്ട് മുത്തരീദും ഉണ്ട്. ഷാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടത്, മുത്തരീദ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ ഇത് ഈ ഫതഹ ബാബിൽ ഫതഹ യഫ്തഹു എന്ന് പറയുന്ന ആ ബാബിൽ ഒന്നുമില്ലെങ്കിൽ ഐൻ കലിമ അല്ലെങ്കിൽ ലാം കലിമ ഹൽക്കിൻ്റെ അക്ഷരമാകണം. അങ്ങനെയാണെങ്കിൽ അത് മുത്തരീദാണ്, അല്ലെങ്കിൽ അത് ഷാദാണ്. ക്ലിയർ ആണല്ലോ. വഹിയ ഏത് അവ എന്ന് ഉദ്ദേശിച്ചത് ഹുറൂഫുൽ ഹൽഖ ഏതൊക്കെയാണ്? അൽ ഹംസത്തു വൽ ഹാഉ വൽ ഐനു വൽ ഹാഉ വൽ ഗൈനു വൽ ഖാഉ. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഹൽക്കാണ് കേട്ടോ. ഹൽക്കനല്ലേ, ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഓക്കെ, ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഈ 6 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഫതഹ ബാബിൽ ഐൻ കലിമയോ ലാം കലിമയോ ആയി വരണം. അപ്പോഴാണ് ഇത് മുത്തരീദ്. നിങ്ങളൊന്ന് നോക്കിയേ, ഫതഹ ബാബിലുള്ള ഫിഅലുകളൊക്കെ നോക്കിയേ.
ഒന്നിങ്ങനെ റിവൈൻഡ് അടിച്ച് നോക്കി എന്തൊക്കെ ഫതഹ ബാബിൽ ഫതഹ യഫ്തഹു, ഫതഹ യഫ്തഹു, ഫതഹ ഹ കണ്ടോ എന്താ ഹൽക്കിൻ്റെ അക്ഷരല്ലേ ലാം കലിമ ഫതഹ. ആ ഇനി ഏതാ ഫതഹ ഏതൊക്കെയാ ഏതാ ദഹബ യദ്ഹബു റഹബ ഹ ഹ ആ ഹ കണ്ടില്ലേ ഏതാ അപ്പൊ മുത്തൊരു ആ റക യർകഉ റക ആ ഐന് ആ അവിടെയും അങ്ങനെ തന്നെ ഹൽക്കിൻ്റെ അക്ഷരമാണ് റക യർകഉ. പിന്നെ റഫഅ റഫഅ യർഫഉ റഫ റഫ ആ റഫ യർഫ ഫഅല ആ ഫഅല യഫഅലു ആ എല്ലാം ഉണ്ട് പിന്നെ പറയില്ല എല്ലാതും എന്താ ഹൽക്കിൻ്റെ അക്ഷരമായിരിക്കും. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാം ഹൽക്കിൻ്റെ അക്ഷരമായിരിക്കും. ഏതിൽ ഫതഹ ബാബിൽ അല്ലാത്തവ മുത്തരിദ അല്ല ഷാദാണ്, അല്ലാത്തവ ഷാദാണ്. ഇപ്പോൾ ഖതഅ ദഹബ പിന്നെ ഏതൊക്കെ പറഞ്ഞത് കുറേ പറഞ്ഞല്ലോ. ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇതേ വരുള്ളൂ, അല്ലാത്തത് മുത്തരിദാണ് കേട്ടോ. ശരി, ഇനി ഇതിൽ ഹൽക്കിൻ്റെ അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം കൊടുത്തിരിക്കണം എന്താ അല്ലല്ലേ ആ ഹാ ഉ ഇത് ഹൽക്കിൻ്റെ അക്ഷരമല്ലേ ഇപ്പോൾ വായിച്ചത്. വൽ ഹാ ഉ വൽ ഖൈനു വൽ ഖാ ഉ വ ഇല്ലാ ഫഹുവ മിൻ ഷവാദിൻ അല്ലാത്തവ ഷവാദിൽ പെട്ടതാണ്. ഷാദിൻ്റെ ജമാണ് കേട്ടോ ഷവാദ്. അല്ലാത്തവ ഒറ്റപ്പെട്ടതിൽ പെട്ടതാണ്. അപ്പം അതല്ലാത്തത്. അപ്പോൾ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഷാദായിട്ടുള്ളത് ഹൽക്കിൻ്റെ അക്ഷരം വരാത്തതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അബാ അബ കേട്ടിട്ടുണ്ടാവും വിസമ്മതിച്ചു എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അബാ അബ എന്നുള്ളത് ഫഅല യഫ്അലു ബാബിലാണ്, ഫതഹ ബാബിലാണ് അബ വരിക. പക്ഷെ അത് മറ്റേ അലിഫ് മക്സൂറയാണ് അവസാനം വന്നിരിക്കുന്നത്. അബ അബ യഅബ അബ യഅബ അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. അബ യഅബ അതെ തന്നെ അബ വിസമ്മതിച്ചു, അഹങ്കാരം നടിച്ചു അല്ലേ. ഷെയ്ത്താനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു ഹദീസ് ഓർമ്മയില്ലേ, എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ എന്ന് പറയുന്ന ഒരു ഹദീസ് ഓർമ്മ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ട്, ഒരു ഹദീസ് ഉണ്ട് അങ്ങനെ. ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ അവിടെ അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. യഅബ അമാ തസ്രീഫുഹു അതിൻ്റെ തസ്രീഫ് അബൻ്റെ ഇബ എന്നാണ് അതിൻ്റെ ഇതിട്ട് മസ്തർ. പിന്നെ ആബിനാണ് അതിൻ്റെ വിസമ്മതിച്ചവൻ എന്ന് പറയുന്നത്. ആബിനാണ് അതിൻ്റെ എന്താ ഫായില്. അപ്പം ഇല്ലാ മൻ അബാന്ന് എന്തുകൊണ്ടാണ് ഷബര പറഞ്ഞിട്ടുണ്ടാവുക? എന്നിട്ട് ഞാൻ വിസമ്മതിച്ചു. ആബിനാണ് ഇതിൻ്റെ ഇസ്മ ഫായിൽ ഒന്ന് പറഞ്ഞേ. ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ. ഇബ്ലീസിന്റെ കാര്യമല്ല കേട്ടോ, അത് വേറെ ഹദീസാണ്. മറ്റേത് അബ വസ്തക്ബറാന്നാണ്. ഞാൻ ചോദിച്ചത് ആബിനാണ് അതിൻ്റെ ഇസ്മ ഫായിൽ വിസമ്മതിച്ചവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലാ മൻ അബ എന്ന് പറഞ്ഞു, ഫിഅലാക്കി പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? എന്നിട്ട് ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ വിസമ്മതിച്ചവൻ ഒഴികെ എന്ന് പറഞ്ഞത്. ഇല്ല മൻ അബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിസമ്മതിച്ചവൻ അർത്ഥം കിട്ടുക? ആ അപ്പൊ എങ്ങനെ വിസമ്മതിച്ചവൻ അർത്ഥം കിട്ടുക? അതാണ് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ പഠിക്കേണ്ടത്. മൻ അബ അബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസമ്മതിച്ചു എന്നാണ്. എന്താണ് മാലിയാണ് അല്ലേ. അപ്പൊ ഇതിൽ വായിച്ചപ്പോൾ മനസ്സിലായി മാലിയാണെന്ന്. ആബിനാണ് അതിൻ്റെ ഇസ്മു ഫായിൽ വിസമ്മതിച്ചവൻ. ഞാൻ അർത്ഥം വച്ചപ്പോൾ ഇല്ലാ മൻ അബ വിസമ്മതിച്ചവൻ അർത്ഥം വെച്ചു. എങ്ങനെയാ അത് അങ്ങനെ വരാൻ പറ്റുക? പഠിക്കാത്തൊക്കെ പോട്ടെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ന് എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കിയേ. മന്ന് അവിടെ ഇസ്തിഫാമല്ല, മൗസൂല അല്ലടാ മൗസൂലാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. മൗസൂലാവുമ്പോ എങ്ങനെ അർത്ഥം വെക്കുക? ഈ മാലി ആയാലും നമുക്ക് വിസമ്മതിച്ച യാതൊരുവൻ കണ്ടോ, വിസമ്മതിച്ച യാതൊരുവൻ മൻ ഒരുവൻ മൻ വിസമ്മതിച്ച. അപ്പോൾ അവിടെ മറ്റേ സിലയുടെ ഇങ്ങനെ അർത്ഥം വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ്റെ ഒരു പാറ്റേൺ. അപ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ അർത്ഥം വരാൻ പറ്റുന്നത്, വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അർത്ഥം വെക്കാൻ പറ്റില്ല. അല്ലദീന കഫറു എങ്ങനെ
വിസമ്മതിച്ചവനാരോ ആരോ ആ യാതൊരുവൻ, അങ്ങനെയാണ് യാതൊരുവൻ എന്നൊക്കെ പറയാം അല്ലേ, നമ്മൾ അങ്ങനെ പറയാൻ പറ്റും. നോക്കിയപ്പോ ഞാൻ ലെഫ്റ്റ് ആയിട്ട് വിസമ്മതിച്ചവനായ യാതൊരുവൻ, അങ്ങനെ അങ്ങനെ അർത്ഥം വെക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പൊ അല്ലദീന മഞ്ഞ് അതില് ഇസ്മു മൗസൂലാണെന്നല്ലേ? ഇസ്മു മൗസൂലാണ്. അപ്പൊ നമ്മൾ ഇസ്മു മൗസൂൽ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ, നമ്മൾ തുടക്കക്കാരെന്ന രീതിയിൽ യാതൊരുവൻ എന്നൊക്കെ അർത്ഥം വെച്ച് പറയും. പക്ഷെ പിന്നീട് കണ്ട യാ അയ്യുഹല്ലദീന ആമനു, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ അർത്ഥം വെക്കുക? ഹേ വിശ്വസിച്ചവരെ എന്നല്ലേ അർത്ഥം വെക്കുക. യാ അയ്യുഹല്ലദീന, ഹേ എന്നാണ്. അയ്യുഹല്ല വരെ, അയ്യുഹ വരെ ഹേ എന്നുള്ളൊരു വിളിയാണ് കേട്ടോ, നിദാ ആണ്. അല്ലദീന ആമനു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആമന എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചു. ആമന, ആമനു ഫിഅലാണ് അല്ലേ. നമ്മളെന്താ വിളിക്കുന്നത്? ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു എന്നാണ് അർത്ഥം. മാലിയായിട്ടുള്ള ഒരു ക്രിയയാണ്. നമ്മളെങ്ങനെയാണ് പറയണത്? വിശ്വസിച്ചവരെ എന്നല്ലേ വിളിക്കണത്. ഒരു നൗണായിട്ടില്ലേ നമ്മൾ വിളിക്കണത്, അർത്ഥം വെക്കുന്നത്. ശരിക്കും എങ്ങനെയാ അപ്പോൾ നൗണായിട്ട് അർത്ഥം വരുന്നത്? എങ്ങനെയാ? വിശ്വസിച്ചവരായ യാതൊരു കൂട്ടർ. അല്ലദീന കൊണ്ട് കണ്ട, അല്ലദീന. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? വിശ്വസിച്ചവരായ ഏതൊരു കൂട്ടരാണോ അവരെ. യാ അയ്യുഹല്ലദീന ആമനു. അപ്പോൾ എങ്ങനെയാ ഈ ആമനൊക്കെ? ഞാൻ മുൻപൊക്കെ വിചാരിക്കും ആമന ആമന ആമനു എന്ന് പറഞ്ഞാൽ ഞാൻ അത് അല്ലേ വിശ്വസിച്ചു, അവർ വിശ്വസിച്ചു എന്നാണ് അർത്ഥം കിട്ടുന്നത്. ഖുർആനിലെ അർത്ഥം വരുമ്പോൾ വിശ്വസിച്ചവരെ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, വിശ്വസിച്ചവരായ യാതൊരു കൂട്ടരെ, അല്ലദീന. കണ്ടോ, അങ്ങനെയാണ് അർത്ഥം വരിക. പഠിക്കുന്നതിന് മുമ്പ് ശരിക്കും ഗ്രാമറാണ് പഠിക്കേണ്ടത് അല്ലേ? ഈ ഒരു സംഭവം ഇസ്മു മൗസൂൽ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്തുകൊണ്ടാണ് സാധാരണ നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോഴും ഇസ്മു മൗസൂൽ വെച്ചിട്ടുള്ള ഒരു സംസാരം ഇല്ല. യാതൊരു അങ്ങനെ ഇതില്ല. ഇംഗ്ലീഷിലൊക്കെയാണ് പിന്നെ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാറുള്ളത്, ഇങ്ങോട്ട് പോയവരായ യാതൊരുവൻ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഞാൻ ഇതെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു എന്നല്ലേ അർത്ഥം വെക്കുക, പിന്നെ എങ്ങനെയാണ് ഖുർആനിൽ വിശ്വസിച്ചവരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ മുന്നിൽ വരുന്ന ആ ഇസ്മു മൗസൂൽ വെച്ചിട്ടാണ് ഈ അർത്ഥം വരുന്നത്. ഇപ്പം അബ കണ്ടോ, ഇല്ലാമൻ അബ, വിസമ്മതിച്ചവൻ ഒഴികെ. വിസമ്മതിച്ചവെന്ന് പറഞ്ഞാൽ ആബിന്നാണ്. അപ്പം എങ്ങനെയാണ് വിസമ്മതിച്ചവനാവുന്നത്? എന്നാൽ മറ്റേ ഖുർആനിൽ വന്നിട്ടുള്ള ബക്കറയിലല്ലേ, അബാവസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, മറ്റേ ഷെയ്ത്താൻ അല്ലേ, അസല്ലഹുമ ഷെയ്ത്താൻ ഫഅഖ്റജഹുമാ, അങ്ങനെ ആയത്ത് പറഞ്ഞിട്ട് അബാവസ്തക്ബർ, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കാരം നടിച്ചു. വസ്തക്ബറ കണ്ടോ, അവൻ അഹങ്കാരം നടിച്ചു, അങ്ങനെ പറയുന്നത്. അവിടെ ഇതായിട്ട് ഫിയലായിട്ട് പറയുന്നത്. ഇന്ന് ഇവിടെ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരാൻ കാരണം മൗസൂല മുന്നിലുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് കുറച്ച് ആലോചിച്ചാലൊക്കെ കിട്ടും. തുടക്കത്തിൽ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഫതഹ ബാബിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഫതഹൻ്റെ തസ്രീഫ് പറയാം. ഫതഹ അവൻ തുറന്നു, യഫ്തഹു അവൻ തുറക്കുന്നു, ഫത്ഹൻ തുറക്കുന്നവൻ, ഫത്ഹൻ വഹുവ ഫാത്തിഹുൻ ഫതഹൻ തുറക്കൽ, ഫതഹൻ എന്ന് പറഞ്ഞാൽ തുറക്കൽ, വഹുവ ഫാത്തിഹുൻ തുറക്കുന്നവൻ. വിജയി എന്നുള്ള അർത്ഥം ഉണ്ട് കേട്ടോ, കീഴടക്കിയവെന്ന് അർത്ഥം കിട്ടും. മറ്റേ ഏതൊരു താരിഖ് ബിൻ സിയാദിൻ്റെ ഉണ്ടല്ലോ പറഞ്ഞത്, സ്പെയിനിൻ്റെ ഫാത്തിഹ ആണെന്ന്. മാഷാ അല്ലാഹ്, അതിൻ്റെ ചരിത്രം തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഒരു ബുക്കിൽ, മൂന്നാമത്തെ ബുക്കിൽ വായിച്ചു. അതുവരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഫാത്തിഹുൽ അന്തലൂസ് അല്ലേ, അന്തലൂസിൻ്റെ ഫാത്തിഹ് താരിഖ് ബിൻ സിയാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വായിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? റംഷിദ വായിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മളെ ബുക്കിൽ, മൂന്നാമത്തെ ബുക്കിൽ കണ്ടിരുന്നു. ഉണ്ട്. ഫാത്തിഹു എന്ന് പറഞ്ഞാൽ താരിഖ് ബിൻ സിയാദിനെ കുറിച്ചിട്ട് ചരിത്രം പഠിച്ചാൽ നല്ല രസമാണ്, വായിക്കാൻ മാത്രമുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു അത്. ഫാത്തിഹുൽ അന്തലൂസ്, വിജയിച്ചവൻ, കീഴടക്കിയവൻ എന്നൊക്കെ അർത്ഥം കിട്ടും ഫാത്തിഹുൻ. ഇനി അതിൻ്റെ മജ്ഹൂല് ഫുത്തിഹ തുറക്കപ്പെട്ടു, യുഫ്തഹു തുറക്കപ്പെടുന്നു, ഫത്ഹൻ തുറക്കുന്നു, തുറക്കൽ. അതിൻ്റെ മസ്ദർ വഹുവ മഫ്തൂഹുൻ തുറക്കപ്പെടുന്നത്, അൽ അംറു മിൻഹു ഇഫ്തഹ് നീ തുറക്ക്, പ്രാർത്ഥനയാവുമ്പോൾ നീ തുറന്നു തരൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ കേട്ടോ. ലി യഫ്തഹ് അവൻ തുറക്കട്ടെ, ലി യുഫ്തഹ് അവൻ തുറക്കപ്പെടട്ടെ, വന്നഹി ലാ തഫ്തഹ് നീ തുറക്കരുത്, ലാ യഫ്തഹ് അവൻ തുറക്കരുത്, ലാ യുഫ്തഹ് അവൻ തുറക്കപ്പെടരുത്. വല്ലർഫു മിൻഹു മഫ്തഹുൻ അതിൽ നിന്നുള്ള ലർഫ് ആണ് മഫ്തഹുൻ. വൽ ആലത്തു മിഫ്തഹുൻ, മിഫ്തഹത്തുൻ, മിഫ്താഹുൻ. 3 രീതിയിലും പറയാം. തുറക്കുന്ന ടൂൾസ്, താക്കോൽ എന്നൊക്കെ പറയാം. മിഫ്തഹുൻ, മിഫ്തഹത്തുൻ, വ മിഫ്താഹുൻ.
വതസ്നിയതഹുമാ അതിൻ്റെ തസ്നിയത്താണ് മഫ്തഹാനി മിഫ്തഹാനി വൽ ജംഉ മിൻഹ മഫാത്തിഹു. അത് നമ്മൾ പറയാറുണ്ട് അല്ലേ. മഫാത്തീഹു മഫാത്തീഹു താക്കോലുകൾ. ഇസ്മു തഫ്ലീൽ മിൻഹു അഫ്തഹു അതിൻ്റെ ഇസ്മു തഫ്ലീലാണ് അഫ്തഹു. വൽ മുഅന്നസു ഫുത്ഹ അതിൻ്റെ മുഅന്നസ് ഫുത്ഹ എന്താ പറയുക ഏറ്റവും കൂടുതൽ തുറക്കപ്പെടുന്നത്. വതസ്നിയതഹുമാ അഫ്തഹാനി വ ഫുത്ഹയാനി വജംഉഹുമാ അഫ്തഹൂന അഫാത്തിഹു വഫുതഹു വഫുതഹയാത്തു. അത് ചിലതൊന്നും ഉപയോഗത്തിലില്ലാത്തത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അർത്ഥം വെക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇനി ഞാൻ ഇതൊക്കെ അതിന്റെ വരുന്നതാണോ ടീച്ചർ? ഇസ്മു തഫ്ലീൽ പറയുമ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇസ്മാണല്ലോ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. ഇതാണ് അപ്പോൾ അവിടെ പറഞ്ഞത് ഇസ്മു തഫ്ലീൽ നമ്മൾ വായിച്ച അതിൻ്റെ ഇസ്മു തഫ്ലീൽ രണ്ട് രീതിയിൽ വരും. ഒന്ന് മുദക്കർ അഫ്തഹു മുദക്കർ, മറ്റേത് മുഅന്നസ് ഫുത്ഹ മുഅന്നസ്. ഇനി അതിൻ്റെ അതിൻ്റെ ബഹുവചനം അഫ്തഹാനി മുഅന്നസ് വരുമ്പോ തഫ്ദീല് മുഅന്നസ് ഫുഅല പാറ്റേണിലാ വരുന്നത്. ഫുഅല പാറ്റേണിലല്ലേ പാറ്റേണിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പം 3 ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ക്രിയകൾ നമ്മൾ അധികം ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അധികം ക്രിയകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. 191 മ്യൂട്ടാക്കിട്ടോ കേട്ടോ. ഇനി ഇതിൽ 4-ാം ബാബ് തൊട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ ലാസിമും മുതഅദ്ദിയും പറഞ്ഞല്ലോ. ലാസിമും നമുക്കറിയാം എന്തായിരുന്നു, മറ്റേ മഫൂലും കർമ്മമില്ലാത്ത ക്രിയയാണ്, അകർമ്മക ക്രിയയാണ് ലാസിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലാസിമ് അതിന് ഞാൻ തോന്നുന്നു കേട്ടോ. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഖാസിർ എന്നും പറയട്ടാ. ഖാസിർ എന്നൊരു പേരുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നഹ്വുൽ വാളിഹിലൊക്കെ വായിച്ചു പോയിട്ടുള്ള ഖാസിറുൻ ഫെഅലുൻ ഖാസിറുൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മുത്തഅദ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തഅദ്ദി ആണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ഒരു 3-4 തരം മുത്തഅദ്ദി നമുക്ക് പഠിക്കാനുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കും എന്തെന്ന്, മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ അറിയാലോ, മഫ്ഊലുൻ ബിഹി വരുന്നത്, ക്രിയ എന്തിനെയാണോ ബാധിക്കുന്നത് അതാണ് മഫ്ഊലുൻ ബിഹി. ക്രിയ ചെയ്യുന്ന ആൾ ഫായിൽ, ക്രിയ എന്തിനെയാണോ ബാധിക്കുന്നത് അതാണ് മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി 2ഉം 3ഉം ഒക്കെ മഫ്ഊലുൻ ബിഹി വരും. 2 മഫ്ഊലുകൾക്കൊക്കെ ഇത് ചെയ്യുന്ന ക്രിയകളുണ്ട്. ചില ക്രിയകളാണ് അതിന് ഓരോ ക്രിയകൾ അങ്ങനെയുണ്ട്. ഓക്കെ, 2 ക്രിയകൾക്ക് ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചിലത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലേ, ഇഹ്ദിന നീ ഇഹ്ദി എന്ന് പറഞ്ഞാൽ നീ നയിക്കണമേ, അത് ഫിഅലും ഫായിലും ആയില്ലേ. ഇഹ്ദി എന്നിട്ട് ഞങ്ങളെ എന്നാണ് കേട്ടോ, ഞങ്ങളെ നയിക്കണമേ ഇഹ്ദിന. പിന്നെ അലിഫ്ലാമുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഇഹ്ദിന സിറാത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ എന്ന് പറയുന്നത് അംറ് ഫിഅലാണ്. അപ്പോൾ അവിടെ ഫിഅലും ഫായിലും കഴിഞ്ഞു. നീ സന്മാർഗത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ ഇഹ്ദി. ആരെ സന്മാർഗത്തിലാക്കണം? എന്നെ, അല്ലെങ്കിൽ ഞങ്ങളെ. എന്നെ അല്ല, ഞങ്ങളെ, അസ് അല്ലേ, ഗൈഡ് അസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സന്മാർഗത്തിൽ, അപ്പം ഞാൻ എന്നുള്ളത് മഫൂലും ബിഹിയാണ് അല്ലേ. ഞങ്ങളെ സന്മാർഗത്തിലാക്കുക എന്നത് ആരെയാണ് ബാധിക്കേണ്ടത്? ഞങ്ങളെയാണ് അല്ലേ. അപ്പോൾ അത് മഫൂലും ബിഹിയാണ് ഇഹ്ദിന. പിന്നെ അസ്സിറാത്ത, അപ്പോൾ ആ ക്രിയ പിന്നെ എന്തിലും ആക്കണം? ഞങ്ങളെ സിറാത്തൽ മുസ്തഖീമിലും ആക്കണം. സിറാത്ത മഫൂലും ബിഹി സാനിയാണ്. കണ്ടോ, 2 മഫൂലും ബിഹി വന്നത് കണ്ടോ. ഇഹ്ദിന 2 മഫൂലും ബിഹി വരും. അപ്പോൾ അങ്ങനെ 2 മഫൂലും ബിഹി വരുന്നതുണ്ട്, 3 മഫൂലും ബിഹി വരുന്നതും ഉണ്ട്. ഒരു ഉദാഹരണം ഇപ്പം എന്താ പറയുക, ഏതാനി സഅല ചോദിച്ചു, അവൻ ചോദിച്ചു. സഅലക എന്നോട് 3 മഫൂലും ബിഹിക്ക് വരുന്നത് അലം അല്ലേ വരിക. അലംതു ഞാൻ അറിയിച്ചു, അലംതുൽ ഖബർതുൽ മുസാഫിരീൻ ഖിതാറ മുതഅഖിറ. നമ്മൾ ഇന്നലെ വായിച്ചതിൽ ഒരു എക്സസൈസിലില്ലേ ടീച്ചറെ, അളുന്നുക ത്വാലിബൻ. അളുന്നു 2 എണ്ണത്തിന് കേട്ടാ, അത് 2 എണ്ണം പറ്റും. അളുന്നു എന്നുള്ളത് 2 എണ്ണം പറ്റും. ഹസിബ കിട്ടുന്നുണ്ട്. പിന്നെ ജഅല ആക്കി, ജഅല അവൻ ആക്കി,
ജഅലക്കൊക്കെ 2 മഫൂൽ ബിഹി വരും. അലിമ 2 എണ്ണം വരും. അങ്ങനെ കുറേ ഫേലുകൾക്ക് 2 എണ്ണം വരും. വഹബ 2 എണ്ണം വരും. അവിടെ ഈ കാന് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലെ? എങ്ങനെ അളുല്ലുക്ക. അതുന്നുക്ക കാ ഒരു മഫൂലും ബിഹി. ആ പിന്നെ അപ്പൊ ആ കാന് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതൊരു മഫൂലും ബിഹി. താലിബൻ. ഐ തിങ്ക് യു. അത് ബദലായിട്ട് വരുമോ? അതുന്നുക്ക ബദല് വരില്ല. അതുന്നു ഫേലു മുലാരി അല്ലേ? ഖ മഫൂലും ബിഹി. താലിബൻ. താലിബൻ അതുന്നു. കാന്റെ ബദലായിട്ട് വരുമോ? ഇല്ല അതുന്നുക്ക എനിക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നക്ക് 2 മഫൂലും ബിഹി വരും. അങ്ങനെയാണല്ലേ? 2 മഫൂലും ബിഹി വരും. പിന്നെ നമ്മൾ പഠിച്ച അതുന്നുന്റെ ശേഷം അന്ന വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലേ? അതുന്നു അന്ന ഒരു പാഠത്തിൽ നമ്മൾ അങ്ങനെ പഠിച്ചില്ലേ? അല്ല, ഈ മഫൂലും ബിഹി രണ്ടും ഒരേ തന്നെയല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്? 2 മഫൂലും ബിഹി വരും. പിന്നെ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇനി മറ്റേ ഗ്രൂപ്പിലൊന്ന് ലിങ്ക് ഇടണം കേട്ടോ ആരെങ്കിലും. അതിൽ നമ്മൾ പറയുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബത്തദയും ഖബറും ആകാൻ കഴിവുള്ള 2 മഫൂലും ബിഹിക്ക് നസ്ബ് ചെയ്യുന്ന ക്രിയയാണ് ലന്ന. ഇപ്പൊ നോക്കിയേ കാ താലിബുൻ അല്ലേ? അൻത താലിബുൻ മുബത്തദ ഖബറും ആയില്ലേ? അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു ക്രിയയാണ് അങ്ങനത്തെ പറ്റുന്ന ഒരു ക്രിയയാണ് ലന്ന. ലന്നന്റെ എല്ലാ അതും കേട്ടോ. മുബത്തദയും ഖബറും ആവാൻ കൊള്ളാവുന്ന 2 വാക്കുകൾക്ക് 2 വാക്കുകളെ മഫൂലും ബിഹി ആക്കിയിട്ട് നസ്ബു ചെയ്യാൻ പറ്റുന്ന ക്രിയകൾ കുറേ ഉണ്ട്. അതിലൊന്നാണ് ദന്ന. പിന്നെ ജഅമ എന്ന് പറഞ്ഞില്ലേ? ജഅമ എന്ന് പറഞ്ഞാൽ ജൽപ്പിച്ചു അങ്ങനെ എന്തോ ഒരു അർത്ഥമല്ലേ? ജഅമ ഖുർആനിൽ വന്നൊരു വാക്കാണ്. ജഅല പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ജഅല ഹസിബ ഹസിബ കണക്കാക്കിയെന്നല്ലേ? ഹസിബ. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ പിന്നെ അത് അങ്ങനെ. പിന്നെ മുബത്തദയും ഖബറും ആവാൻ പറ്റാത്ത മഫൂലും ബിഹിക്ക് നസ്ബ് ചെയ്യുന്ന ക്രിയകളുണ്ട്. അതാണ് സഅല അഅത ഒക്കെ പോലെയുള്ളത്. പിന്നെ 3 മഫൂലും ബിഹി ചെയ്യാൻ പറ്റും. 3 മഫൂലും ബിഹി അങ്ങനത്തെ ഫേലുകളുണ്ട്. അതങ്ങനെ ഫേലുകൾ നമ്മൾ പഠിക്കണം. അലമൊക്കെ അതിൽ പെട്ടതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരട്ടെ. ഞാനിവിടെ ഒരു ഹബ്ബർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബ്ബറ പറയട്ടെ. ഹബ്ബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബ്ബർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിച്ചു. അപ്പോൾ അറിയാലോ, ഖബർ എന്ന് പറഞ്ഞാൽ തന്നെ വാർത്തയാണല്ലോ. ഖബർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിച്ചു. ഖബർത്തുൽ മുസാഫിരീന യാത്രക്കാരോട് ഞാൻ അറിയിച്ചു. അൽ ഖിതാറ മുതഅഖിറൻ ട്രെയിൻ ലേറ്റ് ആണെന്ന് ഞാൻ അറിയിച്ചു. ഞാൻ അത് എഴുതി കാണിക്കാം. ഒരൊറ്റ മിനിറ്റ്. യാത്രക്കാരോട് ട്രെയിൻ ലേറ്റ് ആണെന്ന് ഞാൻ അറിയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ 3 മഫൂലും ബിഹി വന്നു. ഖബ്ബറ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഖബർ എന്നൊക്കെ പറയണ പോലെ തന്നെയാണ് ഖബ്ബറ എന്ന് പറഞ്ഞാൽ ഐ ഇൻഫോംഡ് കേട്ടോ. ഖബ്ബറ ഇതാണ് ഫിഅൽ. അപ്പോൾ ഖബ്ബർത്തു എന്നല്ലേ പറഞ്ഞത്? അഖ്ബർത്തു മതി. അഖ്ബർത്തു വേണ്ട, ഖബ്ബർത്തു മതി. 2 പറഞ്ഞാലും കുഴപ്പമില്ല. ഖബ്ബർത്തു. ഒരു മിനിറ്റ് കേട്ടോ. ഖബ്ബർത്തു ബാക്കാണ് ശ്രദ്ധ കേട്ടോ. ഫോണ്ട് ചെറുതാണ്. ഇൻഫോംഡ് ഞാൻ അറിയിച്ചു. ഖബ്ബർത്തു വിവരം നൽകി. ഖബ്ബർത്തു ഞാൻ അറിയിച്ചു. അപ്പോൾ ഫിഅലും ഫായിലും കഴിഞ്ഞില്ലേ? ആരെ അറിയിച്ചത്? അൽ മുസാഫിരീന യാത്രക്കാരെ ഞാൻ അറിയിച്ചു. മുസാഫിരീന. അപ്പം മുസാഫിരീന ഒരു മഫൂലും ബിഹി ആയില്ലേ? മുസാഫിരീന. ഞാൻ അൽ ഖിതാറ അവിടെ അടുത്ത മഫൂലും ബിഹി ആയി. മുതഅഖിറൻ ലേറ്റ് ആണ്. ഇവിടെ ഇതല്ല കേട്ടോ, ഹാലല്ല കേട്ടോ. മുതഅഖിറൻ ഇവിടെ ഹാലല്ല. മുതഅഖിറൻ അങ്ങനെ. അപ്പോൾ ചില ഫിഅലുകൾ അങ്ങനെ പറ്റും. ഹദസ്തുൽ ഔലാദ സബാഹത്ത നാഫിഅത്തൻ എന്നൊക്കെ പറയും. ഇങ്ങനെ കുട്ടികൾക്ക് വിവരം കൊടുത്തു. ഇങ്ങനെ പല രീതിയിലും ചില ക്രിയകൾ അങ്ങനെ ഒരു സഅലൻ്റെ ആണ് ഞാൻ ഉദാഹരണം നോക്കുന്നത്. സഅലൻ്റെ ഒരു ഉദാഹരണം കിട്ടുകയാണെങ്കിൽ സഅല ചോദിച്ചു. സഅല
അത് ഒരെണ്ണം കിട്ടുന്നില്ല. അങ്ങനെ അല്ല സായില അത് വരൂ. അവിടെ ഒരു സാലിന് മിനിറ്റ് മുദരിസു സുആലൈനി വരും ടീച്ചറെ. സഅലൽ മുദരിസു സഅല അധ്യാപകൻ ചോദിച്ചു എന്താണ് സുആലൈനി. സുആലൈനി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുന്നിൽ ഒരു സഅലമ്മ നമ്മളൊരു ഇത് വെക്കാം. അത് പറ്റും. എങ്ങനെ? ഇപ്പോൾ അതിപ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞ സുആലൈനി സഅലൽ അപ്പോൾ അവിടെ ഒരെണ്ണല്ലേ വന്നിട്ടുള്ളൂ. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ആ സഅലമ്മ ഒരെണ്ണം കൂട്ടി വെക്കാം. ഒരു സാലിനി മുദരിസു. സഅൽനി അല്ലെങ്കിൽ സഅലക്കൽ മുദരിസു അങ്ങനെ വെക്കാം. സഅലക്ക വെക്കാം. സഅലക്കൽ മുദരിസു. അധ്യാപകൻ ചോദിച്ചു. സഅലക്കൽ മുദരിസു സുആലൻ ഒരു ചോദ്യം ചോദിച്ചു അല്ലേ. വാവല്ലേ? ഏതാ വാവുമലാണോ? സുആലൻ പറയുമ്പോൾ വാവുമലല്ലേ? അറിയണില്ല. സുആലൻ കറക്റ്റാന്ന് തോന്നുന്നുണ്ട്. സഅലക്കൽ മുദരിസു. ഇവിടെ സഅല ഫിഅലാണ്, മുദരിസു ഫായിലാണ്. കാ മഫൂലു ബിഹി അവൽ സുആലൻ മഫൂലു ബിഹി സാനി. കറക്റ്റ് ആയില്ലേ? 2 മഫൂലും ബിഹി വരില്ലേ സഅല. പിന്നെ അങ്ങനെ പറ്റും. ഇത് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഈ സഅലൻ്റെ പ്രത്യേകത ഈ കാ സുആലൻ അന്ത സുആലൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇത് കണ്ടോ, ഇത് ആവാൻ പറ്റൂല. ഇത് മുബത്തദെ ഖബറും ആവാൻ പറ്റാത്തതിനെയാണ് മഫൂലും ബിഹിക്കാണ് നസ്ബ് ചെയ്യുന്നത്. സഅല അഅത എന്നൊക്കെ പറഞ്ഞ ഫിഅലുകൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും 2ഉം 3ഉം വരും എന്നൊക്കെ ഉള്ളൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ കേട്ടോ. അങ്ങനെ ഒരു അറിവ്. പിന്നെ ടീച്ചർ ഇത് പറ്റുമോ? ലാ തസ്അൽനി ഹാദ സുആല. നീ ചോദിക്കരുത് നീ എന്നോട്. തസ്അൽനി രണ്ടാമത്തെ മഫൂലും ബിഹി സുആലൻ. ഹാദ സുആലൻ അലിഫ് ലാം ഇടണ്ടേ? ഹാദ സുആല. സുആലൻ സുആല സുആല ഫതഹ. ഹാദ സുആല ഈ ചോദ്യം നീ എന്നോട് ചോദിക്കരുത് അല്ലേ. അത് പറ്റും. 2 മഫൂലും ബിഹി വന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റും. മറ്റേ മീനിങ് ഏത്? മുസാഫിരീനൽ കിതാറ കിതാറ മുതഅഖിറൻ. നമ്മൾ 15ാം ഭാഗത്തിലുള്ള ഞാൻ വായിച്ചത്. ഉണ്ട്. അതിന്റെ മീനിങ് അതായത് ട്രെയിൻ ലേറ്റ് ആണെന്ന് യാത്രക്കാരെ ഞാൻ അറിയിച്ചു. ട്രെയിൻ കിതാറ അല്ല കിതാറ അങ്ങനെ പറയട്ടെ. പിന്നെ ഹദ്ദസ്തുൽ ഔലാദ സബാഹത്തൻ നാഫിഅത്തൻ. ഹദ്ദസ്തു ഞാൻ അറിയിച്ചു കൊടുത്തു. അൽ ഔലാദ ആൺകുട്ടികളെ. അസ്സബാഹത്ത നീന്തൽ. നാഫിഅത്തൻ ഉപകാരപ്രദമാണെന്ന് അങ്ങനെ പറയാം. ഹദ്ദസ്തു സമയായ ഹദ്ദസ്തു. അവിടെ അൽ കിതാറ എന്നുള്ളതും മറ്റൊരു മഫൂലും ബിഹി ആണെന്നാണ് പറഞ്ഞത്. അൽ കിതാറ മാത്രമല്ല മുതഅഖിറ എന്നുള്ളതും അവിടെ ഹാലത്തല്ല. എന്താണ് അറിയിച്ചു? ഹാലല്ല. അവരുടെ അവസ്ഥയല്ല കാണിക്കുന്നത്. അറിയിച്ചു കൊടുത്തത് എന്താണ്? അറിയിച്ചു കൊടുത്തത് ആരെയാണ്? അതാണ് ഒരു മഫൂലും ബിഹി. എന്താണ് അറിയിച്ചു കൊടുത്തത്? ഖിതാറ് മുതഅഖിറാണെന്ന്. അപ്പോൾ അവിടെ 3 മഫൂലും ബിഹിയാണ് കേട്ടോ. ഹദ്ദസ്തു ഞാൻ അറിയിച്ചു. ആരെ അറിയിച്ചു? അൽ ഔലാദ ആൺകുട്ടികളെ അറിയിച്ചു. അൽ ഔലാദ അസ്സിബാഹത്തു അസ്സിബാഹത്തു. സിബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തൽ കേട്ടോ. സിബാഹത്ത അലിഫിട്ടില്ല അല്ലേ. സിബാഹത്ത എന്ന് പറഞ്ഞാൽ നീന്തൽ. അസ്സിബാഹത്ത നാഫിഅത്തൻ 3 മഫൂലും ബിഹി. ഞാൻ അറിയിച്ചു കുട്ടികളെ സിബാഹത്ത് ഉപകാരപ്രദമാണെന്ന്, സ്വിമ്മിങ് യൂസ്ഫുള്ളാണെന്ന് ഞാൻ അറിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഹദ്ദസ്തു ഇതാക്ക് ശ്രദ്ധയുണ്ട് കേട്ടോ. ഹദ്ദസ്തു ഇത് കറക്റ്റാണ്. പിന്നെന്താ അങ്ങനെ. അപ്പോൾ അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ പഠിച്ചൂല്ലോ അല്ലേ. അപ്പോൾ 2 തരേണ്ടത് മഫൂലും ബിഹിക്ക് ഒരെണ്ണത്തിന് നസ്ബ് ചെയ്യുന്നതുണ്ട്. മുബത്തദയും ഖബറും ആവാൻ പറ്റുന്ന 2 മഫൂലും ബിഹിക്ക് നസ്ബ് ചെയ്യാം. മുബത്തദയും ഖബറും ആവാൻ പറ്റാത്തതിനെ ഇതാക്കാം. പിന്നെ 3 മഫൂലും ബിഹിക്ക് നസ്ബ് ചെയ്യുന്നത് ഉണ്ട്. പിന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ എന്ത് ഈ ഹംസയും അല്ലെങ്കിൽ ഷദ്ദ ചേർത്തിട്ട് ലാസിമിനെ മുത്തഅദ്ദി ആക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ അല്ലേ.
ഇല്ലേ? അത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അണ്ടാ. ആ, ഇതിൽ ഒരെണ്ണം ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ കുറേ കൺഫ്യൂഷൻ ആവരുത്. ചെറുതായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചിലത് ജലസ ലാസിമല്ലേ? ആ ലാസിമാണ്. ഇതിൽ മഫൂൽ ബിഹി ചേരൂല അല്ലേ? ജലസ ഇല്ല. ജലസൽ വലതു ചേരൂല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. നമ്മുടെ ഇതിന് അനുസരിച്ച് അഫല ബാബിലേക്ക് കൊണ്ടുവരാം. അജലസ. അജ്ലസ്. അഫല ബാബിലേക്ക് വരുമ്പോൾ ഇതെന്താവും? അജുലസ. അജുലസൽ. അജുലസൽ വലതു. വലതു അല്ലല്ലോ, ഒരു മിനിറ്റ് കേട്ടോ. അജലസ്തു. അജൽസ്തു ഞാനിരുന്നു നോക്കട്ടെ കേട്ടോ. ഞാനിരുത്തി. അജലസ്തു ഞാനിരുത്തി. ആരെ? അൽ വലത. അങ്ങനെ പറ്റും. അൽ വലത. പക്ഷെ അത് അധികം ഇത് ഷാദ് അങ്ങനെ ഒരു മുത്തരിതല്ല. അപ്പോൾ ഞാനിരുത്തിന്നായി. അജലസ്തു എന്ന് പറഞ്ഞാൽ ഞാനിരുത്തിയുടെ ഫായിൽ കഴിഞ്ഞു. വലത ആൺകുട്ടിയെ. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഈ ജലസ എന്നുള്ള ഫേലിന് ഒരിക്കലും തന്നെ മഫൂലും ബിഹി ചേരൂല. ചേരൂല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പൊതുവേ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഈ അഫ്അല ബാബിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. ഫരിഹൽ വലതു ആൺകുട്ടി സന്തോഷിച്ചു. അതിന് ഫറഹ്തുൽ വലദ ആൺകുട്ടിയെ ഞാൻ സന്തോഷിപ്പിച്ചു. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാ അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറേ കൺഫ്യൂഷൻ വരും. ചിലതിൽ ഈ ബുക്കിൽ തന്നെ കാണുന്നുണ്ട്. ചിലതിൽ നമുക്ക് എന്താ പറയുക, ഹർഫു ജർ ചേർത്തിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. മഫൂലും ബിഹി ഉണ്ടാക്കാൻ പറ്റും. മഫൂലും ബിഹി ഹർഫു ജർ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഈ ബുക്കിൽ ഇൻഷാ അല്ലാ പറയൂട്ടെ, പഠിക്കും. ഈ ബുക്കിലാണ് ഞാൻ വായിച്ചെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, ഇതിലെവിടെയോ വായിച്ചു. ഇതിലാണോ? ഞാൻ ഈ ബുക്കും അടുത്ത പാഠത്തിൻ്റെ കുറച്ചേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ആയിരിക്കണം ഞാൻ വായിച്ചിട്ടുണ്ടായിരിക്കുക. അജ്നാസുൽ കുബ്ര. കുബ്രയിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എവിടെയോ വായിച്ചു പോയി. കുറേ ഇല്ലത്, വളരെ കുറച്ചേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. അതോ ഇനി റംജാൻ്റെ ഒരു കുറച്ച് വായിച്ചു, ഒരു പേജ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ